എന്റെ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന ആളാണ്. ഒരു കുട്ടികളുടെ കഥയെഴുത്തുകാരൻ, കവിത എഴുത്തുകാരൻ എന്ന നിലയിലാണ് കൂടുതലും എന്നെ ആളുകൾക്ക് പരിചയമുള്ളത്. എന്നാൽ അങ്ങനെയല്ല, ഞാൻ ഗാനങ്ങളുമായി ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. നിരവധി നാടകങ്ങൾക്ക് ശ്രദ്ധേയമായ രീതിയിൽ ഗാനങ്ങൾ രചിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരാൾ കൂടി കള്ളനായി, ഈ ചിലമ്പൊലി അവസാനിക്കാതിരിക്കട്ടെ, വിശറിക്ക് കാറ്റുവേണ്ട, ഇങ്ങനെ ജീവിതയാത്ര തുടങ്ങിയ നാടകങ്ങൾക്ക് ഞാൻ എഴുതിയ ഗാനങ്ങൾ അനേകം ചുണ്ടുകളിൽ ഇന്നും മായാതെ നിൽക്കുന്നുണ്ട്. അപ്പോ ഇത്തവണ നമ്മൾ ഗാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്കാണ് വരുന്നത്. വളരെ ഭാഗ്യമെന്ന് പറയട്ടെ, എനിക്ക് കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം, വളർന്നു വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം, ഒരു സിനിമാ ഗാന രചയിതാവായി തീരണമെന്നാണ്. ഞാൻ അതിനുവേണ്ടി വലിയ പരിശ്രമങ്ങളൊന്നും നടത്തിയില്ല. എങ്കിലും അന്ന് വളരെ ശ്രദ്ധേയനായിരുന്ന ഒരു നിർമ്മാതാവ്, ഒരു പ്രഭുവിനെ എല്ലാം നേരിട്ട് ചെന്ന് കണ്ടിട്ടുള്ള ഒരു ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. എങ്കിലും ആ ഫീൽഡിലേക്ക് എനിക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല. ഈ അടുത്ത കാലത്ത് ആ ഭാഗ്യം എന്നെ തേടി വന്നു. അക്കു അക്ബർ സംവിധാനം ചെയ്ത മത്തായി കുഴപ്പക്കാരനല്ല എന്ന ചലച്ചിത്രത്തിന് വേണ്ടി ഒരു ഗാനം, ഒരേ ഒരു ഗാനമേ ആ ചിത്രത്തിലുള്ളൂ. അത് രചിക്കാൻ വേണ്ടി അതിന്റെ സംവിധായകൻ എന്നെ തേടി എന്റെ വീട്ടിൽ വന്നു എന്നത് മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. കുട്ടികൾക്ക് വേണ്ടി നിരവധി കുട്ടിക്കവിതകൾ, നഴ്സറി പാട്ടുകൾ, ഇതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഴുതിയതിലെല്ലാം ഇത് കവിത എന്ന നിലക്കല്ല, യഥാർത്ഥത്തിൽ അതെല്ലാം കുട്ടികൾ ഗാനങ്ങളായിട്ട് തന്നെയാണ് ഉപയോഗിച്ചു വരുന്നത്. ഞാൻ ഒരു ഉദാഹരണമായിട്ട് ഒന്ന് രണ്ട് എന്റെ അത്തരത്തിലുള്ള ഗാനങ്ങൾ ചൊല്ലാം. ഒന്ന്, ഇന്ത്യയെക്കുറിച്ച്, ഭാരതത്തെക്കുറിച്ച് കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഒരു അഭിമാനം ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു ദേശഭക്തി ഗാനമാണ്. ഇന്ത്യ എന്ന നാട് ഞാൻ പിറന്ന നാട്, എന്റെ സ്വന്തം നാട് ചന്തമാർന്ന നാട്, പല ജനങ്ങളുണ്ട്, പല മതങ്ങളുണ്ട്, പലതും ഒത്തുചേർന്ന് പരിലസിക്കും നാട്. ഇന്ത്യ എന്ന നാട് ഞാൻ പിറന്ന നാട്, എന്റെ സ്വന്തം നാട് ചന്തമാർന്ന നാട്, ഭാഷയേറെയുണ്ട്, വേഷമേറെയുണ്ട്, എങ്കിലും നാം ഒന്നായി കൈകൾ കോർക്കും നാട്. ഇന്ത്യ എന്ന നാട് ഞാൻ പിറന്ന നാട്, എന്റെ സ്വന്തം നാട് ചന്തമാർന്ന നാട്. ഇത് കുട്ടികൾ ദേശഭക്തി അങ്കുരിപ്പിക്കാൻ വേണ്ടി രചിച്ചിട്ടുള്ള, ഇത് പല പാഠപുസ്തകങ്ങളിൽ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗാനമാണ്. അപ്പൊ ഇത് കുഞ്ഞുങ്ങളെ മാത്രം ആസ്പദമാക്കി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ദേശഭക്തി, രാജ്യത്തെക്കുറിച്ചുള്ള ഓർമ്മ, നന്മ ഒക്കെ ഉളവാക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു ഗാനമാണ്. എന്റെ ജീവിതത്തിലെ ആ യുവത്വത്തിന്റെ തിളപ്പാർന്ന കാലത്താണ് ഭാര്യ എന്ന സിനിമ ഇറങ്ങിയത്. കാനം ഇജയുടെ കഥയെ ആസ്പദമാക്കി ശ്രദ്ധേയമായ രീതിയിൽ അന്ന് വന്ന് എല്ലാ കുടുംബങ്ങളെയും ആകർഷിച്ച ഒരു കുടുംബചിത്രമായിരുന്നു ഭാര്യ. ആ ഭാര്യയ്ക്ക് വേണ്ടി ടി ഭാസ്കരനാണ് ഗാനരചന നിർവഹിച്ചത്. അദ്ദേഹം നിരവധി ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആളാണെന്ന് നമുക്കറിയാം. അത് ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ എന്നുള്ള പേരിലല്ല അദ്ദേഹം എഴുതിയത്, ഓരോ സിനിമയ്ക്കും വേണ്ടിയാണ്. അതെല്ലാം ഒന്നാന്തരം ഗാനങ്ങൾ, മലയാളത്തിൽ ഇന്നും എവരുടെയും ചുണ്ടിൽ മായാതെ നിൽക്കുന്ന അതിമനോജ്ഞമായിട്ടുള്ള, അതിമധുരമായിട്ടുള്ള, ഭക്തിസാന്ദ്രമായ ഗാനങ്ങളാണ്. അതിൽ ഭാര്യയിലെ മുൾക്കിരീടം ഇതെന്തിനു തന്നു സ്വർഗസ്ഥനായ പിതാവേ എന്നൊരു ഗാനം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതുപോലെ നിരവധി ഭക്തിഗാനങ്ങൾ, പി ഭാസ്കരൻ എഴുതിയ, വയലാർ എഴുതിയ നിരവധി ഭക്തിഗാനങ്ങളുണ്ട്. അതെല്ലാം എന്റെ മനസ്സിൽ ഇന്നും മായാതെ ഓർമ്മയിൽ അങ്ങനെ താളം പിടിച്ച് നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ നല്ലൊരു ഗാനം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
ഈശോയ്ക്ക് എന്തോ ഇഷ്ടം, എന്നെ എന്തോ ഇഷ്ടം, അത്രക്കിഷ്ടം മറ്റുള്ളവരിൽ ഞാൻ കണ്ടിട്ടില്ല. ഈശോയ്ക്ക് എന്തോ ഇഷ്ടം, എന്നെ എന്തോ ഇഷ്ടം, അത്രക്കിഷ്ടം മറ്റുള്ളവരിൽ ഞാൻ കണ്ടിട്ടില്ല. കുട്ടികൾക്ക് വേണ്ടിയുള്ള നിരവധി കഥകളും കവിതകളും എല്ലാം ഞാൻ രചിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന്റെ എല്ലാം ഉദ്ദേശം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ, വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിൽ നന്മ ഉദ്ദീപിപ്പിക്കുക എന്നതാണ്. അവർക്ക് പ്രകൃതിയെ സ്നേഹിക്കാനുള്ള കഴിവുണ്ടാക്കുക, അച്ഛനമ്മമാരെ സ്നേഹിക്കാനുള്ള കഴിവുണ്ടാക്കുക, ദൈവത്തെ വിശ്വസിക്കാനുള്ള കഴിവുണ്ടാക്കുക, അവരുടെ മനസ്സിൽ ഗുരുഭക്തി ഉണർത്തുക. ഇങ്ങനെയുള്ള ഉദ്ദേശമാണ് ഈ കവിതാരചന കൊണ്ടും കഥാരചന കൊണ്ടും ഒക്കെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഏകദേശം ആ രീതിയിൽ വിജയിക്കുന്നുമുണ്ട്. ആളുകൾ അത് താല്പര്യപൂർവ്വം, കുട്ടികളായാലും മുതിർന്നവരായാലും അത് താല്പര്യപൂർവ്വം തന്നെ ഉൾക്കൊള്ളുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അപ്പൊ മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന ആശയം. അമ്മിഞ്ഞപ്പാലൂട്ടി വളർത്തിയൊരമ്മയെ നമ്മൾ മറക്കരുതേ, തോളത്തേറ്റിത്താലോലിക്കും സാധന നമ്മൾ മറക്കരുതേ, അക്ഷരമാദ്യം ചൊല്ലിത്തന്നിടും അധ്യാപകനെ മറക്കരുതേ, അമ്മയും അച്ഛനും അധ്യാപകനും മഞ്ഞിൽ നമ്മുടെ ദൈവങ്ങൾ. ഈ രീതിയിലുള്ള കൊച്ചു കൊച്ചു പാട്ടുകൾ. അതുപോലെ പ്രകൃതിയെ, പ്രകൃതി ദൃശ്യങ്ങളെ, പ്രകൃതിയിലെ മറ്റ് മനോഹരമായ കാഴ്ചകളെ എല്ലാം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രകൃതി സ്നേഹം ഉണ്ടാകാനും ഈശ്വരഭക്തി ഉണ്ടാകാനും മാതാപിതാക്കളോടുള്ള സ്നേഹം കൂടാനും ഒക്കെ ധാരാളം രീതിയിലുള്ള കവിതകളും പാട്ടുകളും എല്ലാം അക്കാലത്തുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് കുട്ടികൾക്ക് അത് ചൊല്ലിക്കൊടുക്കാൻ ബന്ധപ്പെട്ട ആളുകൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ മാതാപിതാ ഗുരുദൈവം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ആദ്യം മുതലേ പഠിച്ചു വരുന്ന സന്ദേശമാണ്. എങ്കിലും ആ ആശയം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉണർത്തിവിടാൻ, ആ നന്മ
അവരുടെ മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങളൊന്നും വേണ്ട വിധത്തിൽ നടക്കുന്നില്ല. പഴയകാലത്ത് നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സന്ധ്യ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് തന്നെ നിരവധി ഗാനങ്ങൾ പാടും. എന്റെ അപ്പനന്ന് പാടിയിരുന്ന ഒരു പാട്ടിന്റെ ചില വരികൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് കുട്ടികൾ അത് കേട്ട് പഠിക്കാൻ വേണ്ടിയാണ്, വീണ്ടും ഏറ്റുപാടാൻ വേണ്ടിയാണ് അവരൊക്കെ അത് ചൊല്ലി കൊടുത്തിരുന്നത്. ആദിത്യപ്രഭ പോൽ ശോഭിക്കും നാദേ, പാദത്തിൽ ഞങ്ങൾ നിന്റെ ബാലരാംദാസന്മാർ സങ്കേതം തേടുന്നു, പാലകി പാലിക്കണം. ഇത് അന്ന് കേട്ടിട്ടുള്ള ഓർമ്മയിലുള്ള ഒരു ഗാനമാണ്. അത് മാതാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണ്. ഇതെല്ലാം അന്നത്തെ കുട്ടികൾ നന്നായിട്ട് ഏറ്റുചൊല്ലിയിരുന്ന ഗാനങ്ങളാണ്. അതുപോലെ നിരവധി നല്ല മാതാവിന്റെ പാട്ടൊക്കെ ഓർക്കുന്നുണ്ടാവും. നല്ല മാതാവേ മരിയേ നിർമ്മല ഔസപിതാവേ, ഈ രീതിയിലുള്ള ചില ഗാനങ്ങൾ ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് പാടുന്നത് കൊണ്ട് അതിന്റെ ചില ഭംഗിക്കുറവൊക്കെ ഉണ്ടാവും. എങ്കിലും അത്തരത്തിലുള്ള ഗാനങ്ങളെല്ലാം കുട്ടികൾ സന്ധ്യാപ്രാർത്ഥനകളിൽ ധാരാളമായി ഏറ്റുചൊല്ലിയിരുന്നു. കുട്ടികൾ മാത്രമല്ല, കുടുംബം ഒന്നിച്ച് തന്നെ പാടിയിരുന്നു. അത്തരം പാട്ടനുഭവങ്ങൾ, ക്രിസ്തീയ ഗാനാനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതും വേദനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് തന്നെ സ്ഥാനമില്ല, നേരമില്ല. സീരിയലുകളെല്ലാം കൂടുതലായിട്ട് വന്ന് അരങ്ങ് തകർക്കുന്ന സമയമായതുകൊണ്ട് പലരും പ്രാർത്ഥന ചൊല്ലുന്നത് അവരുടെ സൗകര്യത്തിനൊക്കെ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൂടിയിരുന്ന് പ്ലാൻ ചെയ്ത് നല്ല ഗാനങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കാൻ പഴയതുപോലെ നമുക്ക് കഴിയുന്നില്ല. അതൊക്കെ സങ്കടമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ ഈ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. എങ്കിലേ അവർക്ക് ഈ ക്രിസ്തീയ ഗാന ചൈതന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ കഴിയും. നമ്മൾ ധാരാളം കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട ഗാനങ്ങളും അവരുടെ മൂല്യ വളർച്ചയെക്കുറിച്ചും എല്ലാം സംസാരിച്ചു. ഇതിനിടയിൽ നമുക്ക് ഒരു നല്ല ക്രൈസ്തവ ഭക്തി ഗാനം കൂടി കേട്ടിട്ട് തിരിച്ചെത്താം. നിരവധി ജലോത്സവങ്ങളുടെയും വള്ളംകളികളുടെയും നാടാണ് നമ്മുടെ കേരളം. എവിടെ നോക്കിയാലും ഒരു പ്രത്യേക സീസൺ, ഓണക്കാലമൊക്കെ വന്നാൽ നല്ല വള്ളംകളി മത്സരങ്ങളെല്ലാം നമുക്ക് കാണാം. നെഹ്റു ട്രോഫി വള്ളംകളി, പായിപ്പാട്ട് വള്ളംകളി, ആറന്മുള വള്ളംകളി, ഇങ്ങനെ പല പേരുകളിലുള്ള വള്ളംകളികൾ തന്നെ നമ്മുടെ നാടിന്റെ ഓരോ മുക്കിലും മൂലയിലുള്ള പുഴകളിൽ അരങ്ങേറുന്നുണ്ട്. അപ്പോ ഞാൻ വള്ളംകളിയുമായി ബന്ധപ്പെട്ട ഒരു ഗാനം കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പാടുകയാണ്. ചേലേറുന്നൊരു ചുണ്ടൻ വള്ളം പാഞ്ഞു വരുന്നത് കണ്ടില്ലേ, ചേലേറുന്നൊരു ചുണ്ടൻ വള്ളം പാഞ്ഞു വരുന്നത് കണ്ടില്ലേ, തിത്തൈതകതൈ പാടി വരുന്നൊരു പുത്തൻ വള്ളം കണ്ടില്ലേ, തണ്ടുവലിക്കാൻ 80 പേരുണ്ട് എന്തൊരു രസമാണയ്യ, തണ്ടുവലിക്കാൻ 80 പേരുണ്ട് എന്തൊരു രസമാണയ്യ, അമരത്തങ്ങനെ നിൽപ്പത് കണ്ടോ മീശക്കാരൻ കേശുണ്ണി, വഞ്ചിപ്പാട്ടിന് താളമിടുന്നു വല്ലച്ചിറയിലെ വേലുണ്ണി, കുരവയുമാർപ്പും തട്ടിവിടുന്നു മൊട്ടത്തലയൻ കിട്ടുണ്ണി, ചോടുകൾ വച്ച് കളിച്ചിടുന്നു ചായക്കാരൻ ചാത്തുണ്ണി, ചേലേറുന്നൊരു ചുണ്ടൻ വള്ളം പാഞ്ഞു വരുന്നത് കണ്ടില്ലേ, ചിത്തൈതകതൈ പാടി വരുന്നൊരു പുത്തൻ വള്ളം കണ്ടില്ലേ, അമരത്തങ്ങനെ നിൽപ്പത് കണ്ടോ മീശക്കാരൻ കേശുണ്ണി, വഞ്ചിപ്പാട്ടിന് താളമിടുന്നു വല്ലച്ചിറയിലെ വേലുണ്ണി, ചോടുകൾ വെച്ച് കളിച്ചിടുന്നു ചായക്കാരൻ ചാത്തുണ്ണി, ചേലേറുന്നൊരു ചുണ്ടൻ വള്ളം പാഞ്ഞു വരുന്നത് കണ്ടില്ലേ, ചിത്തൈതകതൈ പാടി വരുന്നൊരു പുത്തൻ വള്ളം കണ്ടില്ലേ. അപ്പൊ ഇത്തരം പാട്ടുകൾ നമ്മുടെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച് ഉള്ള ഒരു അവബോധം മനസ്സിൽ വളർത്താൻ സഹായിക്കുന്നു. നമ്മുടെ ജലോത്സവങ്ങളെക്കുറിച്ചും നമ്മുടെ ഉത്സവങ്ങളെക്കുറിച്ചും ഉള്ളൊരു മതിപ്പ് അവരുടെ മനസ്സിൽ, മതിപ്പ് മാത്രമല്ല അതിന്റെ ഒരു നല്ല ഫീലിയാട്ടം അവരുടെ മനസ്സിൽ ഉണ്ടാക്കാൻ ഇത്തരം ഗാനങ്ങൾക്ക് കഴിയുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി മാത്രം ഞാൻ എഴുതി തുടങ്ങിയ കാലത്ത് മുതിർന്നവർക്ക് വേണ്ടിയുള്ള രചനകളായിരുന്നു എഴുതിയിരുന്നത്. മുതിർന്നവർക്ക് വേണ്ടിയുള്ള ചെറുകഥകളും നീണ്ട കഥകളൊക്കെയാണ് എഴുതാൻ തുടങ്ങിയത്. ഇടക്കാലത്ത് വെച്ചാണ് എറണാകുളത്തുണ്ടായിരുന്ന എന്റെ ഗുരുനാഥന്മാർ CP ശ്രീധരൻ, ടാറ്റാപുരം സുകുമാരൻ, TKC വടുതല തുടങ്ങിയ ആളുകൾ എന്നോട് പറഞ്ഞു, സിപ്പി താൻ എഴുതുന്ന കുട്ടികളുടെ രചനകൾ ഞങ്ങളുടെ മക്കളൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്, അതാണ് തന്റെ വഴിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, അതുകൊണ്ട് മറ്റ് ചെറുകഥകളിലൊന്നും ശ്രദ്ധിക്കാതെ, നോവലിലൊന്നും ശ്രദ്ധിക്കാതെ കുട്ടികളുടെ സാഹിത്യരചനയുമായി മുന്നോട്ട് പോയാൽ തനിക്ക് വിജയമുണ്ടാകുമെന്ന് അവരെന്നോട് പറഞ്ഞു, ആശംസിച്ചു. സത്യത്തിൽ ആ ഗുരുക്കന്മാരുടെ വാക്ക് കേട്ട് ആ വഴിയെ സഞ്ചരിക്കാൻ, ബാലസാഹിത്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് എന്റെ ജീവിത വിജയം
സാഹിത്യരംഗത്ത് ഒരു നല്ല പേര്, ഒരു സൽപ്പേര് സമ്പാദിക്കാൻ, അറിയപ്പെടുന്ന ഒരാളായി തീരാൻ എനിക്ക് കഴിഞ്ഞത് ആ ഗുരുജനങ്ങളുടെ വാക്കുകൾ കേട്ടതുകൊണ്ടാണ്. ഇന്നും നിഷ്പ്രയാസം എത്ര കവിത വേണമെങ്കിലും കുട്ടികൾക്ക് വേണ്ടി രചിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതിൽ പലതും മൂല്യവത്തായ, നമ്മൾ പറഞ്ഞ പോലെ നല്ല സന്ദേശങ്ങൾ, ബിബ്ലിക്കൽ ആശയങ്ങൾ ഒക്കെ ഉൾക്കൊള്ളുന്ന കവിതകളാണ്. അപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ പാവമയൽക്കാരൻ പട്ടിണിയാലെ വലയുമ്പോൾ നമ്മൾ മാത്രം മൂക്കറ്റം തിന്നുമതിപ്പതിലെന്ത് രസം. ഇതേപോലെയുള്ള കൊച്ചു ബൈബിൾ ആശയം. ഇത്തരത്തിലുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട കവിതകളെ പറ്റി നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അതിനിടയിൽ നമുക്ക് ഒരു നല്ല ചൈതന്യവത്തായ ഒരു ക്രിസ്തീയ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. കുട്ടികൾക്ക് വേണ്ടി മൂല്യവത്തായ അനേകം കഥകൾ രചിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും നമ്മുടെ നാടൻ മിത്തുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ആ കഥകളെ, കുട്ടികൾക്കുള്ള കഥകളെ പ്രത്യേകിച്ചും കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോ അപ്പൂപ്പൻ ഡാഡിയുടെ സ്വർഗയാത്ര എന്റെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണ്. അപ്പൂപ്പൻ ഡാഡിയുടെ സ്വർഗയാത്ര DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള വളരെ നിരവധി എഡീഷനുകൾ വന്നിട്ടുള്ള പുസ്തകമാണ്. അപ്പൊ ആ പുസ്തകത്തിലെ ഈ അപ്പൂപ്പൻ ഡാഡിയുടെ സ്വർഗയാത്ര എന്ന കഥ തന്നെ അമിതമായ അഹങ്കാരം മനുഷ്യനെ കുഴപ്പത്തിലാക്കും. അത് ഒരിക്കലും നമ്മൾ അമിതമായ അഹങ്കാരത്തിലേക്ക് പോകരുത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥയാണ്. ഇത്രയും സമയം ഞാൻ എന്റെ സാഹിത്യ സബരിയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ടതും ക്രിസ്തീയ ഭക്തിഗാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണിത്. ഇനിയും ഇഷ്ടപ്പെട്ട അനേകം ഗാനങ്ങൾ, നല്ല അതിസുന്ദരമായ അതിമനോജ്ഞമായ പദങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്ത അനേകം ഗാനങ്ങൾ നമുക്ക് ഇനിയും കേൾക്കാനുണ്ട്. ആ ഗാനങ്ങളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് തിരിച്ചു വരാൻ ഇനിയും അവസരമുണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇത്രയും സമയം ഞങ്ങളുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.